ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് കൂടുതൽ പേർ രംഗത്ത്. പുറത്താണെന്ന് സൂചിപ്പിച്ച് യുവരാജ് ഗോകുലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന വാക്കുകൾ പോസ്റ്റാക്കി ഉല്ലാസ് ബാബുവുമാണ് ഫേസ്ബുക്കിലൂടെ അതൃപ്തി പരസ്യമാക്കിയത്. സംസ്ഥാന വക്താക്കളാകുമെന്ന് പ്രതീക്ഷിച്ച ഇരുവരും പട്ടികയിൽ നിന്നും പുറത്തായതോടെയാണ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക കരയോഗം കമ്മിറ്റിയെന്ന് സേഫ് ബി.ജെ.പി. ഫോറം. പാർട്ടിയെ വിശ്വസിച്ചവരെ പോലും ഞെട്ടിക്കുന്നതാണ് രാജീവിന്റെ പുതിയ വികസിത കേരളം ടീം എന്നാണ് വിമർശനം. ഭാരവാഹി പട്ടികയിൽ സാമൂഹ്യ സന്തുലനാവസ്ഥ എവിടെയെന്നും ബി.ജെ.പി. പ്രവർത്തകർ ചോദിക്കുന്നു. വിശദാംശങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. മാനസ, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇഷ്ടക്കാരെ മാത്രമാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ അണികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അതുതന്നെയാണ് സിന്ധൂരി. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഉയർന്ന ആക്ഷേപമാണ്. സവർണ ആധിപത്യമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റു പാർട്ടികൾ ഇതിനെ സവർണ പാർട്ടിയാണ്, അതായത് ബി.ജെ.പി. ഒരു സവർണ പാർട്ടിയാണെന്ന് ആരോപിക്കുമ്പോഴും അതിനെ ചെറുത്തു നിന്നായിരുന്നു ബി.ജെ.പിക്കാർ ഇതുവരെയും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇത് ബി.ജെ.പി. പ്രവർത്തകർക്ക് പോലും അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇവർ എടുത്തു പറയുന്നത് ഇത്തരത്തിൽ ബി.ജെ.പിയിൽ നായർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളെ കൂടുതലും കൊണ്ടുവരുമ്പോൾ ഇത് ബി.ജെ.പി. അല്ല എൻ.ജെ.പി. ആയി മാറി, അതായത് നായർ ജനതാ പാർട്ടിയായി അധപ്പതിച്ചു എന്ന വിമർശനമാണ് ഈ സേവ് ബി.ജെ.പി. ഫോറം ഇന്നലെ പരസ്യമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കടുത്ത അതൃപ്തിയുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നേതൃയോഗവും ഉണ്ടായിരുന്നു. എന്നാൽ നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ പ്രവർത്തകർ പുറത്തു മാറി നിന്ന വിമർശനം, അതോടൊപ്പം തന്നെ അതൃപ്തി പരസ്യമാക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലായിരുന്നു, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസും അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയും ഇതേ രീതിയിലുള്ള അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുമൊക്കെ പ്രവർത്തകർ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി, അതായത് സ്വയം ഒഴിവായി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുൻപ് ഇത്തരം രീതിയിലേക്ക്, അതായത് ജനറൽ സെക്രട്ടറി ആക്കാം എന്ന് പറയുമ്പോൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചവരെ സെക്രട്ടറിയായി മാറ്റി ഒതുക്കുന്നു. അതോടൊപ്പം തന്നെ വക്താക്കളാക്കും എന്ന് പറഞ്ഞവരെ വക്താക്കൾ ലിസ്റ്റിൽ വരുമ്പോഴേക്കും വക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. ഇതൊക്കെയും തന്നെയാണ് ഇതിനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ നോമിനികളെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതും സുരേഷ് ഗോപിക്കും അപമതിപ്പുണ്ടാക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ സുരേഷ് ഗോപി സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നത് എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, സംസ്ഥാന ഈ ഭാരവാഹി പട്ടികയെ വിമർശിച്ചുകൊണ്ട് കരയോഗം കമ്മിറ്റിയും ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഈ വിഭാഗക്കാരെ നിരത്തിയുള്ള കണക്കാണ് സേഫ് ഫോറം കമ്മിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് 28 അംഗ ഭാരവാഹി പട്ടികയിൽ ഈഴവ വിഭാഗത്തിലുള്ളവർ വെറും 3 പേരാണെന്നും നായർ വിഭാഗത്തിലുള്ളവർ 17 പേരുമാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 5 മേഖലാ കൺവീനർമാരിൽ 4 പേരും ജനറൽ വിഭാഗവും അതോടൊപ്പം തന്നെ ഇതുവരെ പ്രഖ്യാപിച്ച ആകെ 41 ചുമതലക്കാരിൽ 28 പേരാണ് നായർ വിഭാഗത്തിലുള്ളവർ ആയിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സവർണ ആധിപത്യം തുടർന്നുകൊണ്ടുള്ള ഈ ഒരു സംസ്ഥാന ഭാരവാഹിത്വമാണ്. ഒപ്പം തന്നെ 2 പക്ഷക്കാരെയും, അതായത് വി മുരളീധര, കെ സുരേന്ദ്രൻ പക്ഷക്കാരെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള അവരോടുള്ള എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന ഭാരവാഹിത്വം കൂടിയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.